ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഋഷിയുടെ അമ്മയും സഹോദരനും എത്തി, അതോടൊപ്പം അൻസിബയുടെ ഉമ്മയും സഹോദരനും എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അവർ കൊണ്ടുവന്ന സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് ഭയങ്കര സന്തോഷത്തിലായിരിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് അവർ ഗെയിമൊക്കെ തന്നെ മറന്നുപോയി. എല്ലാവരുടെയും പേഴ്സണൽ ഗ്രഡ്ജ് മറന്നു, എല്ലാവരുടെയും പേഴ്സണൽ ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്ന് എല്ലാവരും ഭയങ്കര സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. ഒപ്പം ജിൻഡോയാണെങ്കിൽ എല്ലായിടത്തും മാറി 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 ഇങ്ങനെ നടക്കണം. അവരുടെ അടുത്തുനിന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ട്, എല്ലാവരോടും പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളി ഇങ്ങനെ മാറി മാറി നടക്കുകയാണ്. അൻസിബയുടെ ഉമ്മയും സഹോദരനും ജയിലൊക്കെ കാണാൻ വന്നപ്പോഴാണ് ജിൻഡോ ആ സൈഡിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഒറ്റയ്ക്ക്. മറ്റു മത്സരാർത്ഥികളെല്ലാം ജിൻഡോ ചേട്ടൻ എന്തിയെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ജിൻഡോയെ കാണുന്നില്ല. അതിനുശേഷം ജിൻഡോ ഋഷിയോട് ചെന്നിട്ട് പറയുകയാണ്, ബാത്റൂം ഏരിയയിൽ വെച്ചിട്ട് പറയാണ്, എടാ ഇത് ഭയങ്കര ഒരു സംഭവമായിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിന്റെ അമ്മ വരുമെന്നൊന്നും ഞാൻ കരുതിയില്ല. ഞാൻ ആകെ ടെൻഷനായിപ്പോയി. അത് കണ്ടിട്ട് എനിക്ക് അറിയത്തില്ല, ഭയങ്കര സങ്കടം വന്ന് ടെൻഷനായിപ്പോയി. ഞാൻ പോയിട്ട് 2 സിഗരറ്റ് ഒറ്റയടിക്ക് വലിച്ചു. എനിക്ക് അത്രയ്ക്ക് പ്രഷറായിപ്പോയി എന്നൊക്കെ പറയണം. എന്നിട്ട് ഋഷിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, എൻ്റെ അമ്മയും വന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, ചേട്ടൻ്റെ അമ്മയും വരും, ഇത് ഫാമിലി റൗണ്ട് അല്ലേ, അപ്പോൾ വരും, ചേട്ടൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പം ഋഷിയോട് പറയാൻ, നിന്റെ അമ്മയോട് ഞാൻ സോറി ചോദിച്ചു, അന്നത്തെ ഗെയിമിൽ നിന്നെ ഇങ്ങനെ പിടിച്ചില്ലേ, അതൊക്കെ വിഷമമായോ എന്നൊക്കെ ഞാൻ ചോദിച്ച് സോറി ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവർ ആ രീതിയിൽ എടുക്കുള്ളൂ, ചേട്ടൻ വിട്ടുകളാ എന്നൊക്കെ പറയാണ്. അതിനുശേഷം അവിടെ ഇരിക്കുന്ന ജിൻഡോയുടെ സങ്കടം ഇതാണ്, അമ്മ എങ്ങാനും വരുവോ ഇല്ലയോ, അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ആ ഒരു ടെൻഷനിലാണ് ഇപ്പം ജിൻഡോ ആയിരിക്കുന്നത്. അങ്ങനെ ജിൻഡോ ശ്രീധുവിനോടും ഒക്കെ ഇന്ന് പറയുകയാണ്, ബിഗ് ബോസ് വരാൻ പറഞ്ഞ അമ്മ ഉറപ്പായും വരും, എനിക്കറിയാം, പക്ഷെ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് എൻ്റെ വിഷമം എന്ന് പറയാണ്. ആ ഒരു വിഷമത്തിലാണ് ജിൻഡോ ഇങ്ങനെ മാറി മാറി നടക്കുന്നത്. ഫാമിലിക്ക് ടേബിളിൽ ഭക്ഷണമൊക്കെ നിരത്തി വെച്ച് കുടുംബത്തിലേക്ക് വന്ന അതിഥികളെ സൽക്കരിക്കാനും അതിന്റെ സന്തോഷം പങ്കിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും. അങ്ങനെ ജിൻഡോ മാറി മാറി നടക്കുന്നത് ഇവര് കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ജിൻഡോയുടെ അമ്മയെ ഓർമ്മ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ജിൻഡോ ഇങ്ങനെ മാറി മാറി നടക്കുന്നത്. എന്തായാലും ഈ ടാസ്ക് വളരെ മനോഹരമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. റൂമൊക്കെ മാറ്റി പീപ്പിൾ റൂം ആക്കി. ഇപ്പോൾ വന്ന ഗസ്റ്റുകളൊക്കെ അവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസം ഇവർ ഇവരോടൊപ്പം പങ്കിടും എന്നതിൽ യാതൊരു സംശയമില്ല. മിക്കവാറും 2 ഫാമിലി വന്നിട്ട് ഒരു ദിവസം ഇവരോടൊപ്പം തങ്ങിയിട്ട് വന്നവരെല്ലാം നാളെ തിരിച്ചു പോയതിനു ശേഷം നാളെ വേറെ ഫാമിലി ആയിരിക്കും എത്തുന്നത്. അങ്ങനെ ഈ വീക്ക് മൊത്തം ഒരു ഫാമിലി റൗണ്ടായി മാറും. ഇത് അടിപൊളിയായിട്ട് മുമ്പോട്ട് വേണം. കാണാനൊക്കെ ഭയങ്കര രസമാണ്. ലൈവിൽ കാണുമ്പോൾ അവരുടെ സന്തോഷം നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താൻ കാത്തിരിക്കുക. ബൈ ബൈ.